നിങ്ങളെ അമ്മയ്ക്ക് വയ്യാച്ച ഒരു ലോട്ടറി എടുക്കണം ചേച്ചി. അമ്മയ്ക്ക് വയ്യായിരിക്കും ലോട്ടറി എടുക്കണം. ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാ. കൊണ്ട് നടക്കുമോ ഗുളിക? വേണ്ട ഈ ഗുളിക ഇന്നലെ 20 എണ്ണം മേടിച്ച് കൊടുത്തയാ. ഇത് വേണ്ട ഗുളികയാ. ഇന്നലെ 5 എണ്ണം കഴിച്ച്. ഇന്നിനി എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണി വയ്ക്കാൻ അറിയാം. സത്യമായിട്ട് വിടത്തില്ല. അവന്റെ അച്ഛൻ പിണങ്ങിയിട്ട് പോയതാ. അവനൊരു അനിയത്തിയുണ്ട്. ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു പൊന്നു മോനെ. എന്നെ പോലെയാണ് നന്നായി പഠിക്കണേ. കച്ചവടം സൈഡിൽ കൂടെ നടന്നോട്ടെ. അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ എത്രയോ പൈസ വേണമെന്ന് പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപ തരട്ടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി. സന്തോഷായോ? അപ്പോ ഈ 5 ലക്ഷം കിട്ടിയാൽ ലോട്ടറി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ വളരെ സങ്കടത്തോടു കൂടിയും അതോടൊപ്പം തന്നെ അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അമ്മമാരെ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ പലർക്കും അമ്മമാരെ ഇഷ്ടമല്ല. അമ്മമാരെ അവർക്ക് വെറുപ്പാണ്. അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു, അതോടൊപ്പം തന്നെ അമ്മമാരെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലിടുന്നു. അങ്ങനെ തുടങ്ങി നമ്മൾ കേൾക്കാൻ തുടങ്ങിയ വാർത്തകൾ നിരവധിയാണ്. എന്നാൽ അമ്മമാരെ വളരെയധികം സ്നേഹത്തോടും ലാളനയോടും അമ്മമാരെ കാണപ്പെടുന്ന ദൈവമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളുമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു മകനെക്കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ സ്വന്തം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി 7ാം ക്ലാസ്സുകാരനായ ഒരു പയ്യൻ ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ട് ആ അമ്മയുടെ ചികിത്സാ സഹായത്തിനായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങാൻ അവന് വേറെ ജോലി ചെയ്യാൻ ഈ പ്രായത്തിൽ പറ്റില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ലോട്ടറി കച്ചവടം ചെയ്തു. ലോട്ടറി കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് രൂപ, ആ തുച്ഛമായ രൂപയിൽ അമ്മയ്ക്ക് ഗുളികകൾക്ക് വേണ്ടി അവൻ ചെലവഴിക്കുന്നു. ഇഷ്ടംപോലെ ഗുളികയാണ് അമ്മ തിന്നേണ്ടത്. അമ്മയ്ക്ക് ഓപ്പറേഷൻ്റെ ആവശ്യകതയുണ്ട്. ഈ പയ്യന് ഒരു കുഞ്ഞ് സഹോദരി കൂടിയുണ്ട്. ആ സഹോദരിക്ക് 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഇവരുടെ അച്ഛൻ ഇവരെ ഇട്ടിട്ട് പോയി. അദ്ദേഹം വേറെ മേച്ചിൻപുറങ്ങൾ തേടിപ്പോയി ഇവരുടെ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഇവരുടെ വീട്ടിൽ വലിയ കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അമ്മയ്ക്കാണെങ്കിലും അസുഖം ബാധിച്ചു. ഇവർക്ക് വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ മകൻ ഈ ഒരു ലോട്ടറി കച്ചവടവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് ചികിത്സ വേണം, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ വേണം. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ മകൻ തെരുവിലേക്ക് ഇറങ്ങിയത്. അതിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കൂ എന്നുള്ള രീതിയിലാണ് ഈ മകൻ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഈ ലോട്ടറിയുമായിട്ട്. എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വളരെയധികം സങ്കടം തോന്നും. നിങ്ങളെ അമ്മയ്ക്ക് വയ്യാച്ച ഒരു ലോട്ടറി എടുക്കണം ചേച്ചി. അമ്മയ്ക്ക് വയ്യായിരിക്കും ലോട്ടറി എടുക്കണം. ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാ. കൊണ്ട് നടക്കുമോ ഗുളിക? വേണ്ട ഈ ഗുളിക ഇന്നലെ 20 എണ്ണം മേടിച്ച് കൊടുത്തയാ. ഇത് വേണ്ട ഗുളികയാ. ഇന്നലെ 5 എണ്ണം കഴിച്ച്. ഇന്നിനി എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണി വയ്ക്കാൻ അറിയാം. സത്യമായിട്ട് വിടത്തില്ല. അവന്റെ അച്ഛൻ പിണങ്ങിയിട്ട് പോയതാ. അവനൊരു അനിയത്തിയുണ്ട്. ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു പൊന്നു മോനെ. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത്. എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പറേഷൻ നടത്തുക. ആരെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് പപ്പയില്ല, അമ്മ മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. എൻ്റെ അമ്മ നഷ്ടപ്പെട്ട് എനിക്ക് വേറെ ആരും. ഇപ്പോഴുള്ള തലമുറയൊക്കെ ഇത് കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ കുഞ്ഞിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു ഓപ്പറേഷൻ. അതാണ് ഈ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞ് ലോട്ടറിയുമായിട്ട് കച്ചവടത്തിനായിട്ട് ഇറങ്ങിയത്. ഇത് കൊല്ലം ജില്ലയിലെ ഒരു പെട്രോൾ പമ്പിൽ ആണ് ഈ പയ്യൻ ഈ വിൽപ്പനയ്ക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ആ ഒരു പെട്രോൾ പമ്പിലുള്ള ജോലി ചെയ്യുന്ന ചേച്ചിമാർ മറ്റുള്ളവരോടൊക്കെ പറയും ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി മേടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരും കൂടെ ഈ ഒരു വിൽപ്പനയിൽ ആ കുഞ്ഞിനെ സഹായിക്കും. അതുമാത്രവുമല്ല, അവിടെ ഈ പെട്രോൾ അടിക്കാൻ വരുന്നവർ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി മേടിക്കും. ലോട്ടറി മേടിച്ച് അവർക്ക് ശീലമില്ലെങ്കിലും ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി മേടിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനൊരു സഹായമാകട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ. എന്തായാലും ആ ചേച്ചിമാർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. വരുന്നവരൊക്കെ പറയും പാവം പിടിച്ച വീട്ടില്ല, എല്ലാവരും ലോട്ടറി എടുക്കുമ്പോഴാണ് അവൻ നിൽക്കുന്ന. അവൻ്റെ കേൾക്കാ പറയുന്നത് ഞങ്ങൾ എത്ര ലോട്ടറി വിറ്റ് കൊടുത്തിട്ടുണ്ടോ അറിയാമോ? വിടുക്കനാ. ഞങ്ങൾ എന്നും പറയണ്ട. പിന്നെ പഠിത്തം കളഞ്ഞിട്ട് വരല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് അങ്ങനെയും ഗുണദോഷിക്കുന്നു. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത്രയും പുണ്യം കിട്ടും. അവന്റെ അച്ഛൻ പിണങ്ങിയിട്ട് പോയതാ. അവനൊരു അനിയത്തിയുണ്ട്. അന്നേരം അവന്റെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ കുഞ്ഞായ ഈ സമയത്തും അവൻ വരുന്നുണ്ട്. അന്നേരം അവനെ ഒരു താങ്ങും തണലമായിട്ട് ആര് നിന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഈ കുഞ്ഞ് പഠിത്തത്തിൻ്റെ കൂടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവനൊരു താങ്ങായി തണലായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആ പമ്പിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാർ പറയുന്നു. അവരും ആ കുഞ്ഞിന് ഒത്തിരി സഹായമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നേ. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ബൈക്കിലിരിക്കുന്ന ഒരു ചേട്ടൻ പറയുന്ന ഒരു കാര്യം കേട്ടോ. ആ ചേട്ടൻ ലോട്ടറി എടുക്കുന്ന ഒരു ശീലം പോലും ഇല്ല. പക്ഷേ ഈ ഒരു പയ്യന് അതുകൊണ്ടൊരു ഗുണം വന്നു കഴിഞ്ഞാൽ അത് ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചേട്ടൻ പറയുന്നത്. എന്തോ ആ ചേട്ടൻ പറയുന്ന കാര്യം കേട്ടു നോക്കി. എനിക്ക് ലോട്ടറി എടുക്കുന്നതിനോട് താല്പര്യമുള്ള ആളല്ല. ഈ പയ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പം ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പ്രയോജനമാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകൾ വരുന്നത് ഇവരെ പോലുള്ള ആൾക്കാർ രക്ഷപ്പെടുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു കൈത്താങ്ങാം. അത് ഈ ഒരു പ്രായത്തിലും എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ ഇറങ്ങിയതാ. ഇതെൻ്റെ അമ്മയാണെങ്കിലേ, അമ്മയ്ക്ക് വയ്യായിരിക്കുക. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. 7 ലക്ഷം രൂപ വേണം. അതിൽ വയറ്റിൽ മുഴയാത്.
അമ്മയ്ക്ക് ചെന്നൈ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രിയിലൊന്നും എടുക്കുന്നില്ലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അപ്പോൾ അവരെ പുഷ്പഗിരിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ സഭയുടെ ആശുപത്രിയോട് ആയതുകൊണ്ട് 7 ലക്ഷം രൂപ, കുറച്ച് 6 ലക്ഷം രൂപയാവും ഇതെല്ലാം കൂടെ ആകുമ്പോൾ. പിന്നെയുള്ള ചിലവും ഇതെല്ലാം കൂടെ. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ന്യൂമോണിയ വന്നായിരുന്നു. ഇപ്പോൾ അതിനുള്ള സ്കാനിങ് അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പോൾ ഒരു നേരത്തെ അരിയില്ലാത്ത അവസ്ഥയായി. ഇപ്പം റേഷനരി ഉണ്ടായതുകൊണ്ട് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നു. ഭർത്താവ് മോളുടെ 3-ാം മാസം കളഞ്ഞിട്ട് പോയതാ. ഇത് മോള് ഇളയതാ. ആകെ പട്ടിണിയാവുന്നു. 30 ടിക്കറ്റ് വയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് അറിയത്തില്ല. അവന് പൈസ ഇടങ്ങോണ്ട് കളയാനോ അവന് അറിയത്തില്ല. പിന്നെ കിട്ടുന്ന പൈസ അതുപോലെ കൊണ്ട് നിങ്ങൾ ആരുടെയും കൈ കൊണ്ട് കൊടുക്കത്തില്ല, എന്നെ തന്നെ ഏൽപ്പിക്കും. 200 രൂപ കേട്ടോ. 1000 രൂപയുടെ ടിക്കറ്റ് വിൽക്കുമ്പോൾ 200 രൂപ കിട്ടും. അതുകൊണ്ട് എൻ്റെ മരുന്ന് വെടുപ്പും കെട്ടുകണക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യരില്ല എന്നെ സഹായിക്കും. ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാണ്. കൊണ്ട് കണക്കുമോ ഗുളിക? വേണ്ടേ ഈ ഗുളിക ഇന്നലെ 20 എണ്ണം മേടിച്ച് കൊടുത്തയാ. ഇത് വേറെ ഗുളികയാ. ഇന്നലെ 5 എണ്ണം കഴിച്ച്. ഇന്നിനി എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണി വയ്ക്കാൻ അറിയാം. സത്യമായിട്ടും ആണെങ്കിൽ എന്നെ വിടത്തില്ല. ഞാൻ എൻ്റെ മക്കളെ എന്നെ വിടത്തില്ല, എൻ്റെ അടുത്തൊന്നും വിടത്തില്ല. പക്ഷെ സംഭവം ഇനിയും കൊണ്ട് ഇപ്പോൾ ഒരു നിവർത്തി നോക്കുന്നില്ല. വളരെ സങ്കടം തോന്നുന്നല്ലേ അല്ലേ? കാരണം നിവർത്തികേട് കൊണ്ടാണ് കുഞ്ഞിനെ ഇതിന് വിടുന്നതെന്ന് അമ്മ പറയുന്നു. ആ ലോട്ടറി വിറ്റാൽ കിട്ടുന്ന കുറച്ച് രൂപ, ആ രൂപ മൊത്തം അമ്മയുടെ ഗുളികയ്ക്ക് വേണ്ടിയാണ് ആ മകൻ ചിലവാക്കുന്നത്. അമ്മയുടെ കൊണ്ട് കൊടുക്കും. എത്ര ഗുളികയാണ് കഴിക്കുന്നത്, എത്ര കഴിച്ചു എന്ന് അത് എണ്ണി നോക്കിയാൽ അറിയാമെന്നാണ് ആ മകൻ പറയുന്നത്. എല്ലാം ഗുളികയിലാണ് അമ്മ ജീവിക്കുന്നത്. അമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തണം, അതിനുവേണ്ടി പൈസ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ആ കുഞ്ഞ് പറയുന്നത്. എന്നാൽ ഇവരുടെ ഈ ഒരു കാര്യം, ഈ പറയുന്ന ഈ കുഞ്ഞിൻ്റെ വീഡിയോ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്തെത്തുകയും ബോച്ച ഇതുമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുകയും ചെയ്തു. അതായത് ഈ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം രൂപ ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പൈസ ഉള്ള ആൾക്കാരുണ്ട്. കുറേ പേരുണ്ട്. മറ്റേ പൈസ ഇട്ട് മൂടാൻ പറ്റിയ പോലെ പൈസ ഉള്ള ആൾക്കാരുണ്ടെന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ നിരവധി ആൾക്കാരുണ്ട്. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരന് ഈ ഒരു സഹായമായിട്ട് എത്തിയത്. എന്തൊക്കെ പറയാം, പലവിധ ദ്വയാർത്ഥം പറയുകയോ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ മോശക്കാരനാണോ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ആയിരിക്കാം, ആയിക്കോട്ടെ. എന്നാലും ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ച് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിച്ച് കൊടുത്തല്ലേ പറ്റൂ. അതെനിക്ക് എന്തുമായാലും വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. കാരണം ആദ്യം തന്നെ പുള്ളിക്കാരന് മുമ്പോട്ട് വന്ന് ഈ പറയുന്ന അമ്മയ്ക്കയുടെ ചികിത്സ ചെയ്യാമെന്നും അതുമാത്രവുമല്ല ഈ കുഞ്ഞിനുമായിട്ട് സംസാരിച്ച് വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ സഹിതം ഇദ്ദേഹത്തിൻ്റെ പേജിലൂടെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, നമ്മുടെ നാട്ടിൽ പലരും വെച്ചുകെട്ടുമായിട്ടൊക്കെ നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. പലരും കാശ് മേടിച്ച് എത്ര ലക്ഷം രൂപയാണ് ഓരോ ഉദ്ഘാടനത്തിനും കാര്യത്തിനൊക്കെ മേടിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ. ഇനി അവരൊക്കെ ആരെ അറിയിക്കാതെ ചെയ്യുന്നുണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം, അതായത് ഈ കുഞ്ഞിൻ്റെ വീഡിയോ വരുന്നു, ഇത് CNN എന്ന് പറയുന്ന ഒരു ചാനലാണ് ഈ വീഡിയോ എടുത്തത്. ആ ചാനലുകാരെയും ഞാൻ സത്യം പറഞ്ഞുകൊണ്ടല്ലോ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വഴി ആ പാവം പിടിച്ചവർക്ക് ഒരു സഹായമാകുമല്ലോ. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ എന്തായാലും ബോച്ച പറയുന്ന ആ കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. അറിയോ? കയ്യിലെന്താ ലോട്ടറി ഒക്കെ ആണല്ലോ. ലോട്ടറി വിൽപ്പനയാണോ? ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു, ഭയങ്കര തരംഗമായിട്ട്. അപ്പൊ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നേലും വലിയ കച്ചവടക്കാരൻ 7ാം ക്ലാസ്സിൽ. ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്യുന്നത്. കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു. അന്നത്തെ റെക്കോർഡ് അതായിരുന്നു. ഇതിപ്പോ 7ാം ക്ലാസ്സിൽ കച്ചവടം. എന്റെ റെക്കോർഡൊക്കെ തകർത്ത് കളഞ്ഞല്ലോ. എങ്ങനെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ? എന്തായാലും സമ്മതിച്ചു. എനിക്ക് കണ്ടപ്പോ അതിൽ വിഷമം തോന്നി, അഭിമാനം തോന്നി. കാരണം പപ്പ ഉപേക്ഷിച്ചു പോയി. പിന്നെ അമ്മയുടെ വയറ്റിൽ മുഴ, സുഖമില്ല. 7ാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു. അമ്മയോടുള്ള ആ സ്നേഹം, അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇതൊക്കെ. എത്ര പേര് അമ്മയെ ഉപേക്ഷിക്കുന്നു, കൊല ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എല്ലാം നന്നായി വരട്ടെ കേട്ടോ. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ആണോ? കുഴപ്പമില്ലാന്നേ ഉള്ളൂ, എന്നെ പോലെയാണ്. നന്നായി പഠിക്കണേ. കച്ചവട സൈഡിൽ കൂടെ നടന്നോട്ടെ. അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ എത്രയോ പൈസ വേണമെന്ന് പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപ തരട്ടെ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി. സന്തോഷായോ? അപ്പൊ ഈ 5 ലക്ഷം കിട്ടിയാൽ ലോട്ടറി കച്ചവടം നിർത്തോ? അമ്മയുടെ ചികിത്സ കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം നിർത്തോ? നിർത്തരുത്, കച്ചവടം നിർത്തരുത് കേട്ടോ. പഠിപ്പും കച്ചവടം നടന്നോട്ടെ. എന്താവാനാ ആഗ്രഹം പഠിച്ചിട്ട്? ആർമി? വെടിവെക്കാനാണോ? തോക്കൊക്കെ ഇഷ്ടാണോ? എനിക്കും അതെ. പിന്നെ ആരുള്ള വീട്ടില്? അമ്മ, പിന്നെ ആരുള്ള? അനിയത്തി ഉണ്ട്. എത്രാം ക്ലാസ്സിലാ? 5ല്. എബിൻ നല്ല ലുക്കാണല്ലോ, ഒരു മോഡൽ ലുക്കൊക്കെ ഉണ്ടല്ലോ. സിനിമാ നടനാവോ വലുതാവുമ്പോ? വേറെന്താ വിശേഷം? എന്നോട് എന്താ പറയാനുള്ളേ? ഓപ്പറേഷൻ നടത്താം നമുക്ക്, ഒന്നും പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ പറ്റിങ്ങ കാണാം അതില് വരുമ്പോ കേട്ടോ. ഞാനിപ്പോ ഈ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട്
നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പൊ പഠിക്കണം, മാർക്കൊക്കെ തന്നെ അറിയിക്കണം എല്ലാ വർഷം കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടെ ബോച്ച പറഞ്ഞത് കേട്ടല്ലോ. ബോച്ച അതിനുള്ള സഹായം ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഇതിൻ്റെ അതൊന്ന് കണ്ടുപിടിക്കാം. അത് മിലിറ്ററിയിൽ പോകാനാണ് കൊച്ചിന് ആഗ്രഹം എന്ന് പറയുമ്പോൾ ബോച്ച പറയുന്നുണ്ട്, വെടിവെക്കാനാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ വിമർശിക്കുന്നവർക്ക് അതെടുത്ത് വിമർശിക്കാം. ആ കുഞ്ഞിനോട് പോലും ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ പല വീഡിയോകളും എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഈ ശൈലി അനുസരിച്ച് പുള്ളി പറയുന്നതായിരിക്കാം. വിമർശിക്കുന്നവർക്ക് അത് ഓരോ കാര്യങ്ങളുണ്ടല്ലോ, എന്ത് കിട്ടിയാലും വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ അത് ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ എന്തായാലും അതൊക്കെ അവിടെ കൊണ്ട് മാറ്റി വെച്ചാൽ ഈ പറയുന്ന അമ്മയ്ക്ക് ഒരു ചികിത്സാ സഹായം എന്ന നിലയിൽ ഇവിടെ ബോച്ച ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ അമ്മയുടെ ആ ഒരു ഓപ്പറേഷൻ നടക്കട്ടെ. ആ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ പഠിത്തത്തിലൂടെ ഇനിയും ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യും, കാരണം ജീവിക്കണ്ടേ, ഇനി മുമ്പോട്ട് ചിലവ് കാര്യങ്ങളൊക്കെ ഇല്ലേ. ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വർത്തമാനമാണ്. അവിടെ ബോച്ച പറയുന്നുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കച്ചവടവുമായിട്ട് ഇറങ്ങിയത്. നീ നല്ലൊരു കച്ചവടക്കാരനാണല്ലോ എന്ന രീതി പറയുന്നുണ്ട്. ഒരു കച്ചവടക്കാരനും കഷ്ടത്തിലൂടെ വന്നവർക്ക് മാത്രമേ മറ്റൊരാളുടെ കഷ്ടങ്ങൾ അറിയത്തുള്ളൂ. ഇല്ലാത്തവർക്ക് വിമർശിക്കുന്നവർക്കും അതൊക്കെ കാര്യങ്ങൾ എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കാം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ അവർക്ക് അറിയത്തില്ല. ഇത് തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്തായാലും വളരെയധികം സന്തോഷം തോന്നി. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് സന്തോഷമായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.